ദിസ് വീഡിയോ സ്പോൺസേഡ് ബൈ മോർ ഷോപ്പിംഗ്. സുധിയെക്കുറിച്ചാണ്. രേണു വീണ്ടും വിവാഹം കഴിച്ചോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ രേണു വിവാഹവേഷത്തിൽ അമ്പലത്തിൽ തുളസിമാല അണിഞ്ഞു നിൽക്കുന്ന ഫോട്ടോയും വീഡിയോയുമെല്ലാം ഷെയർ ചെയ്തിരുന്നു. രേണു വിത്ത് പ്രതീഷ് എന്ന ക്ഷണക്കത്തും താലിമാലയുമുള്ള ഒരു ഫോട്ടോയും ഷെയർ ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിൽ തന്നെ വൈറലാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രേണുവിൻ്റെ വിവാഹം കഴിഞ്ഞോ എന്ന ചോദ്യം ഉയർന്നു വന്നത്. ഇപ്പോൾ എന്താണ് ആ വീഡിയോക്ക് പിന്നാലെ എന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് വീഡിയോയിൽ രേണുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഷിജു പള്ളിപ്പുറം. കാണാത്തവർ ഒന്ന് കണ്ടോളൂ. ഇതൊരു ആൽബം ഷൂട്ടാണ്. ജിന്ന് സംവിധാനം ചെയ്ത കരിമിഴി കണ്ണാൽ എന്ന ആൽബത്തിൻ്റെ ഷൂട്ടാണിത്. ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ രേണുവിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നത്. സുധിയെ മറന്ന് രേണു രണ്ടാം വിവാഹം കഴിച്ചുവെന്ന് പറഞ്ഞായിരുന്നു വിമർശനം. യൂട്യൂബ് ചാനലുകളുടെ ചോദ്യത്തിനും രേണു വ്യക്തമായും മറുപടി നൽകിയിരുന്നില്ല. മഴ പെയ്യുമെന്ന് തോന്നിയിരുന്നോ വിവാഹം കഴിഞ്ഞപ്പോൾ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് രേണു മറുപടി പറഞ്ഞത്. വിവാഹം അല്ല എന്ന് പറയാത്തത് കൊണ്ട് പിന്നെ യഥാർത്ഥ വിവാഹമാണെന്ന് ഭൂരിഭാഗവും കരുതി. അവളുടെ കാര്യം വിട്, ഇനി അവൻ്റെ കാര്യം എന്താകുമോ ആവോ. നിങ്ങൾക്കൊക്കെ വട്ടാണോ? ചേച്ചിക്കും കല്യാണം കഴിക്കേണ്ടേ? ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഈ പറയുന്ന ആളുകൾ ചിലവിന് കൊടുക്കോ? പാവം സുധിച്ചേട്ടൻ്റെ ആത്മാവ് ഇത് കണ്ട് വേദനിക്കും. ലേശമെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? പാവാണ് നിങ്ങളുടെ ആദ്യത്തെ ഭർത്താവ്. ഈ ഒരു നിമിഷമാണ് അവർ സുധിയെ കല്യാണം കഴിക്കുന്നതോടുകൂടി ആഗ്രഹിച്ചത്. അല്ലാതെ അവർക്ക് അന്ന് വേറെ പയ്യനെ കിട്ടാഞ്ഞിട്ടല്ല. സുധി വഴി അവർക്ക് പൊതുജന ശ്രദ്ധ നേടണം, പണവും പ്രശസ്തിയും. അതായിരുന്നു അവരുടെ സ്വപ്നം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അത്രയുള്ളൂ. കല്യാണം കഴിക്കാനും സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും. ഒക്കെ സുധിച്ചേട്ടൻ പറഞ്ഞിട്ടാണ്. മരിച്ചുപോയ മനുഷ്യനെ മുതലെടുക്കുന്ന ഒരു സ്ത്രീ. എന്തായാലും ഇപ്പോൾ വിവാഹം കഴിച്ചവനെ വിശ്വസിക്കേണ്ട. ഭർത്താവ് മരിച്ചത് ഇവൾക്ക് മാത്രമേ ഉള്ളൂ. വേറെ എന്തെല്ലാം ജോലി ചെയ്യാം. നമ്മൾ എന്തേലും പറഞ്ഞാൽ അപ്പോൾ ചെലവിന് ചോദിക്കും. കെട്ടിയോൻ മരിച്ച് ഇവളൊരുത്തി മാത്രമാണല്ലോ ഈ ലോകത്ത് പണിയെടുത്ത് ജീവിക്കുന്നത്. ഭർത്താവ് മരിച്ചത് ആഘോഷമാക്കുകയാണ് എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ. അതേസമയം രേണുവിനെ പിന്തുണച്ചും കമൻറ്റുകൾ ഉണ്ട്. മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ മരിച്ചു ജീവിക്കണം എന്നു നിർബന്ധം. മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് മരിക്കോളം ജീവിക്കുന്നവരുമുണ്ട്. എല്ലാവർക്കും അതിന് സാധിച്ചെന്നു വരില്ല. അങ്ങനെയുള്ളവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ.